ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് മഴ കാരണം സ്കൂൾ അവധിയായിട്ടുള്ള ദിവസത്തെ വ്ളോഗാണ്. ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് ഇത് വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇതുവരെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റു, ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് ഞാനിതാ ഉമ്മറത്തിരുന്ന് കുടിക്കുകയാണ്. നല്ല മഴയാണ്, രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും മഴ ഉണ്ടാവാറില്ല. ഇന്ന് എന്താണെന്നറിയില്ല, നല്ല മഴയായിരുന്നു. അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇനി കുറച്ച് നേരം കഴിയും അവളൊന്ന് എണീറ്റ് ആക്റ്റീവ് ആവാനായിട്ട്. പല്ല് തേക്കാനും ഒക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ അവൾ ചെയ്യാറുള്ളൂ. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇരിക്കും, എന്നിട്ടേ അവൾ അവിടെ നിന്ന് എണീക്കാറുള്ളൂ. അങ്ങനെ ഞാനിതാ കിച്ചണിലോട്ട് വന്നു. ആദ്യം തന്നെ പച്ചരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തലേ ദിവസം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ മഴയായതുകൊണ്ട് ആക്റ്റീവ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ അതിലേക്ക് അരിഞ്ഞിട്ടു. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു അപ്പത്തിന്. അങ്ങനെ ഇതാ ഞാൻ മാവൊക്കെ അരച്ചെടുത്തു. അതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് മിക്സി ചുഴറ്റി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. മഴയായതുകൊണ്ട് റൈമോളും ഉമ്മയൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീറ്റ് വരുമ്പോഴേക്കും അപ്പം ചുട്ടെടുക്കാം എന്ന് കരുതി അങ്ങനെ ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് കിഴക്കി വൃത്തിയാക്കുകയാണ്. പിന്നെ എൻ്റെ ഷോർട്സ് വീഡിയോകളിൽ ചിലർ കമൻ്റ് ഇടുന്നുണ്ട്, എന്താണ് അടുപ്പ് ഇങ്ങനെ കിടക്കുന്നത്, അത് കമ്പിച്ചകിരി വെച്ച് നന്നായി ഒന്ന് ഉരച്ച് കഴുകിക്കൂടെ എന്നൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പഴയ അടുപ്പാണ്, അവർ ഉപയോഗിച്ചിരുന്നിരുന്ന അടുപ്പാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എത്ര ഉരച്ച് കഴിയാലും അതിൽ കുറച്ച് കറകളും അതുപോലെ കുറച്ച് പെയിൻറ്റിൻ്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് പോകുന്നില്ല, ഞാൻ കുറേ ഉരച്ച് നോക്കിയതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലൂടെ പുക നന്നായി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ കറയൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഞാൻ എപ്പോഴും തേച്ചൊരച്ച് കഴുകുന്നുണ്ട്, എങ്കിലും ഉമ്മ വിറക് ഉണങ്ങാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കലാണ് പതിവ്. ഞാൻ എത്ര കഴുകിയാലും ഉമ്മ അതിൻ്റെ മുകളിൽ തന്നെ വിറക് കൊണ്ടുവന്ന് വെക്കുന്നത് കൊണ്ട് ആ കറ അങ്ങനെ നിൽക്കുന്നുണ്ട്, അത് പോകുന്നില്ല. പിന്നെ മഴയായതുകൊണ്ട് വിറക് ഉണങ്ങാനും പാടാണ്. പിന്നെ എങ്ങനെയായാലും അടുപ്പിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് വിറക് ഉണക്കാനായിട്ട് പറ്റാറുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ നന്നായി തന്നെ ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നല്ല തുണി വെച്ചിട്ട് നന്നായി തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടുപ്പൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും സൈഡിലൊക്കെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഴയ അടുപ്പായതുകൊണ്ടാണ്. അങ്ങനെ അടുപ്പൊക്കെ വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തലേ ദിവസത്തെ കുറച്ചധികം ചോറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഗ്യാസ് കഴിയാറായതുപോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പെടും. എന്താണെന്ന് വെച്ചാൽ പുതിയ താമസം മാറിയിരിക്കുകയാണ്. ഇങ്ങോട്ട് ഗ്യാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാണ് പണികളൊക്കെ ചെയ്യുന്നത്. ഗ്യാസ് പെട്ടെന്ന് തീരാതിരിക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ബുക്കാവുന്നുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ കറി ചൂടാക്കിയെടുത്തു. ഇനിയിപ്പോൾ ഇതാ ഒരടുപ്പിൽ ഞാനിതാ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ ഇതാ അപ്പമൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും തനിമോളും റൈമോളും ഉമ്മയും ഒക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. തനിമോള് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഇതാ പല്ല് തേക്കുകയാണ്. മഴയായതുകൊണ്ട് മുറ്റത്തേക്ക് പോകാനായിട്ടും പറ്റില്ല. അവരിതാ എവിടെ ഇരുന്നിട്ട് ഉമ്മയും കുട്ടികളും എല്ലാവരും കൂടി പല്ല് തേക്കുകയാണ്. അങ്ങനെ അവരുടെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ദാ ഞാൻ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ മീൻകറിയും കൂട്ടിയിട്ടാണ് അവർ ദോശ കഴിക്കുന്നത്. പിന്നെ മുജിക്ക പണിക്ക് പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ സാമ്പാർ വെച്ചത് കൊണ്ട് മുജിക്കത കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കുള്ള മീൻ കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ബീഫൊക്കെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തിട്ട് ഞാനിതാ വെള്ളം വരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ബീഫൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് സുർക്കയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും സുർക്കയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ദാ അത് മാറ്റി വെച്ചതിന് ശേഷം പടവലങ്ങ നന്നായി തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. പടവലങ്ങയാണ് ഇന്ന് കറി വയ്ക്കുന്നത്. സോറി, സാമ്പാറാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പടവലങ്ങയാണ് കറി വയ്ക്കുന്നത്. അങ്ങനെ പടവലങ്ങയൊക്കെ ദാ നേരാക്കി എടുക്കുന്നുണ്ട്. പരിപ്പടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പടവലൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ ഇതാ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ കഷ്ണങ്ങളും തക്കാളിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. വെള്ളം ഞാൻ അടുത്ത അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി. അതുകൊണ്ട് കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അങ്ങനെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതാവുന്ന നേരം കൊണ്ട് ഉമ്മാക്കുള്ള മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം അതിനുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ മീനൊക്കെ ഒന്ന് മസാല തേച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ബീഫൊക്കെ റെഡിയായി. അതുകൂടി ഒന്ന് വരട്ടിയെടുക്കുകയാണ്. ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായി തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ച വെള്ളത്തിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാനാണ്. ഇനി നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തക്കാളി നന്നായി വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ബീഫ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് അടുപ്പത്തിരിക്കട്ടെ. നമ്മൾ ബീഫ് എത്രത്തോളം അടുപ്പത്ത് വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. ബീഫ് അടുപ്പത്ത് വെച്ചാലുള്ള ടേസ്റ്റ് അതൊന്ന് വേറെയാണല്ലോ. അങ്ങനെ നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. മിക്സിക്ക് ഒന്ന് തുടച്ച് മാറ്റി വെച്ചു. സ്ലാവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പണികൾ മുഴുവൻ ഉമ്മാക്കാണ്. ഉമ്മ പാത്രം കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.